Pastor, you can go ahead. താങ്ക് യു. എനിക്ക് 6:45 പോകണം എന്നല്ല പറഞ്ഞത്. ഇനി 6:45 ആണെങ്കിലും കുഴപ്പമില്ലെന്നാണ്. സാരമില്ല, നമുക്ക് നേരത്തെ തുടങ്ങുന്നതാണ് നല്ലത്. എനിക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാറുണ്ടോ. താങ്ക് യു. ഒരു ഡിസ്ക്ലൈമറോടെ തുടങ്ങാം. നമ്മുടെ അച്ഛൻ ബ്രദറിന്റെ ക്ലബ് ഹൗസ് ഉൾപ്പെടെ ഉള്ള പല നമ്മുടെ ചർച്ചകളിൽ വരുന്ന ഇത്തരം ആശയങ്ങൾ ചില സഹോദരങ്ങൾ കട്ട് ചെയ്തിട്ട് സുഖമില്ലാത്ത ഒരു ടൈറ്റിലും ഇട്ട് എൻ്റെ പേരുമൊക്കെ പ്രചരിപ്പിച്ച് നടത്തുന്ന ചില ക്ലബ് ഹൗസുകളുണ്ട്. ക്രിസ്ത്യൻ ക്ലബ് ഹൗസുകൾക്ക് പോലെ ചിലതുണ്ട്. അത് യൂട്യൂബ് ചാനലാണ്. അത് എനിക്ക് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വൾഗറായൊരു ഭാഷയിലോ ഒരു ഇതര മത അപമാനം പോലെയൊക്കെ ചെയ്യുന്നത് വളരെ വളരെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം. ദയവായി എൻ്റെ സുഹൃത്തുക്കൾ അതിൽ നിന്ന് പിന്തിരിയണം. ഇനി ഇങ്ങനെ ക്ലബ് ഹൗസിലെ ചർച്ചയോ ഫേസ്ബുക്കിൽ വരുന്ന ഒരു ചർച്ചയോ നിങ്ങൾക്ക് എടുത്തിടണമെങ്കിൽ ദയവായി നിങ്ങൾ ഈ കാര്യം ഒന്ന് ചോദിച്ചുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതിടാവൂ എന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്. ദയവായി അത് ഒന്ന് ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വേറൊരു പരിഭവം തോന്നാൻ വേണ്ടി പറഞ്ഞതല്ല, അത് ഉണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇത്തരം വീഡിയോകളുടെ താഴെ ചെന്ന് പലയാവർത്തി ആ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടും അവർ കണ്ട ഒരു മനോഭാവം പോലും ഇല്ലാതെ അത് തുടരുകയാണ്. ഈ ഘട്ടത്തിൽ ഒന്നുകൂടി അത് പറയേണ്ടി വരുന്നു. അല്ല എങ്കിൽ എനിക്ക് ഏറ്റവും അക്കാര്യങ്ങളിൽ കർശനമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയ സംവാദത്തിന്റെ ഭാഗമായി എന്തെങ്കിലും എൻ്റെ ഒരു സേവനം വേണമെങ്കിൽ അതിന് പണമോ പാരിതോഷികമോ ആവശ്യമില്ല. നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ വീഡിയോ ചെയ്തു തരാം. അല്ലാതെ ഇത്തരം ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ടൈറ്റിൽ ഇട്ട് എൻ്റെ പേര് കൂടി ചേർത്തിടുന്നത് വളരെ മോശമാണ്. അത് കോപ്പിറൈറ്റ് അവകാശങ്ങളുടെ ലംഘനമാണ്. അത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദയവായി അതിന് തുനിയാതിരിക്കുക. ഇനി നമുക്ക് നമ്മളുടെ പ്രസക്ത വിഷയത്തിലേക്ക് വരാം. ഈ ക്ലബ് ഹൗസ്, ഈ ചർച്ച ബഹുമാനപ്പെട്ട ബ്രദർ അച്ചൻകുഞ്ഞ് അദ്ദേഹം ആരംഭിച്ചിട്ട് തുടർമാനമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയിട്ട് 400 ദിവസങ്ങൾ തികയുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു അനുഭവമായി കാണുന്നു. മാത്രമല്ല, ഇന്ന് ഒരു ആമുഖ പ്രസംഗത്തിന് എനിക്കൊരു അവസരം തന്നതിൽ വ്യക്തിപരമായി ഈ ക്ലബ്ബ് അഡ്മിൻസിനോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. എനിക്കൊപ്പം ഇവിടെ സംസാരിക്കാൻ വേണ്ടിയുള്ള ആള് ആദരണീയനായ മാത്യു സാറാണ്. മാത്യു സാറ് വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ തന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന അദ്ദേഹം മാത്രമായി ചെയ്ത, തനതായി ചെയ്ത ഒരു കാര്യം, ഖുറാനിലെ ആദ്യത്തെ അധ്യായമായ ഫാത്തിഹ. അപ്പൊ ഈ ഫാത്തിഹയിൽ വന്നിട്ടുള്ള ആശയഗതികളൊക്കെ തന്നെ കൃത്യമായ കോപ്പിയാണെന്ന് സുറിയാനി ഗ്രന്ഥങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അദ്ദേഹമാണ് നമ്മുടെ മുമ്പിൽ സ്ഥാപിക്കുന്നത്. അങ്ങനെ മറ്റ് ഇസ്ലാമിക വിമർശകർക്ക് കഴിയാത്ത ഒരു കാര്യം അദ്ദേഹമാണ് സമൂഹത്തിൽ എക്സ്പോസ് ചെയ്തത്. നമ്മളുടെ സഹപ്രവർത്തകരായ നിരവധി പേര് ഈ മേഖലയിൽ ഈ ക്ലബ്ബുമായി ബന്ധപ്പെട്ട് അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സഹപ്രവർത്തകരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഈ ആശയയുദ്ധത്തിൽ വിവിധ ക്ലബ്ബുകൾ, വിവിധ റൂമുകൾ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സും അതുപോലെ ബേത്ലഹേം ടിവിയും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതിലും നല്ല കോൺട്രിബ്യൂട്ടേഴ്സ് വന്ന് വളരെ കൃത്യമായി ഇസ്ലാമിക വാദങ്ങളെ തറപറ്റിച്ചിട്ടുണ്ട് എന്നത് കാണാതിരിക്കുന്നില്ല. ഇന്ന് ഈ ചർച്ചയിൽ സന്നിഹിതരായ എല്ലാവരെയും വിശേഷിച്ച് ഓർക്കുന്നു. ഇന്നിവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിശേഷിച്ച് പ്രിയ KS, അതുപോലെ അലി മാസ്റ്റർ, ജോയൽ, ദെൻ മാമൻ, ദെൻ സിസ്റ്റർ ലീ ആൻഡ് അച്ചൻകുഞ്ഞ് ബ്രദർ, എല്ലാവർക്കായും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തെ നേരെ ഇനി അഭിസംബോധന ചെയ്യാം. 400 വർഷം, 400 ദിവസം
വേദക്കാർ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്ന തലക്കെട്ടിൽ വളരെ കൃത്യമായ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു വന്നു. വസ്തുതാപരമായി ചിന്തിച്ചാൽ വേദക്കാരിൽ നിന്ന് ഇസ്ലാമിയർ പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വേദക്കാരോട് ചോദിക്കുക. വേദക്കാരിൽ നിന്ന് ഇവർ ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന തരത്തിലെ കാവാരിജികളുടെയൊക്കെ പിന്മുറക്കാരായ തീവ്രവാദികൾ എഴുന്നേൽക്കുമായിരുന്നില്ല. കാരണം ഞങ്ങൾ എക്കാലഘട്ടത്തിലും ഇസ്ലാമിനെ പ്രതിരോധിച്ചിട്ടുള്ളത്, അതിനെതിരെ ശബ്ദിച്ചിട്ടുള്ളത് കൃത്യമായി തെളിവുകളോടുകൂടി കൃത്യമായി തന്നെ സൂചനകൾ നിരത്തിക്കൊണ്ട് ചരിത്രത്തെയും ഖുറാനിക വ്യാഖ്യാനങ്ങളെയും അതിലെ ആധികാരിക കൃതികളെയൊക്കെ അവലംബമാക്കിയാണ്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന ആശയഗതികൾ കൃത്യമായി തന്നെ നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് തിരിയാതെ ഇനിയുള്ള തലമുറയെങ്കിലും മാറി സഞ്ചരിക്കുമായിരുന്നു. ഏതായാലും ഞങ്ങൾക്കൊരു കാര്യം സന്തോഷമുണ്ട്. വളരെ ശക്തരായി ഇത്തരം വിഷയങ്ങളിൽ സംസാര തൽപരരായി വാചാലരായി ഇടപെട്ടിരുന്ന ദാവാക്കാർ ഇന്ന് ഈ രംഗത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. അത് ക്ലബ് ഹൗസിലെ മാത്രം പ്രശ്നമല്ല. മിക്കപ്പോഴും വെറുതെ ഇരിക്കുന്ന ക്രൈസ്തവരെ കുത്തിയിളക്കി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു ദാവാക്കാരുടെ കേരളത്തിലെ രംഗപ്രവേശം. അതിന്റെ ആചാര്യനായ ജനാബ് എം അക്ബറും അദ്ദേഹത്തിന്റെ നിച്ച് ഓഫ് ട്രൂത്തും കേരളത്തിലുടനീളം നടത്തി വന്നിരുന്ന ഒരുതരം സംവാദ ആഭാസമുണ്ട്. ആ പദമേ അതിന് ചേരുകയുള്ളൂ. സംവാദത്തിന്റെ രീതിശാസ്ത്രങ്ങളെ മാനിക്കാതെ ഒരു സംവാദ സ്ഥലത്തേക്ക് അതിൽ പക്വമതികളായ ആളുകളെ തിരഞ്ഞെടുക്കാതെ അദ്ദേഹം ഏകപക്ഷീയമായി നടത്തി വന്ന സംവാദ രീതികൾ. തിരികെ ക്രൈസ്തവർ സംവാദത്തിന് തൽപരരായി മുമ്പോട്ട് വരികയും ആ ഘട്ടത്തിൽ ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു. ക്രൈസ്തവർ ഉദ്ധരിക്കേണ്ട ഇസ്ലാമിക കൃതികൾ ഏതൊക്കെയാണ് എന്ന് അക്ബർ തീരുമാനിക്കും എന്നതിലേക്ക് എത്തിയപ്പോൾ ആ സംവാദം നടക്കാതെ പോയി. ഇനി അക്ബർ തീരുമാനിക്കുന്ന കൃതികളിലൂടെ സംസാരിച്ചാലും പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അടിത്തറ തകർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നത് മറ്റൊരു സത്യം. അങ്ങനെ അദ്ദേഹത്തിന് ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മയ്ക്ക് മീതെ കൃത്യമായി ചെക്ക് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സംവാദകർക്ക് ഇസ്ലാമിനെ അല്ലെങ്കിൽ അതിന്റെ പ്രചാരകനായ എം അക്ബറെ ഒരിക്കലും മുമ്പോട്ട് വിടാനാവാത്ത ഒരു പരിതസ്ഥിതി സംജാതമായി. നിങ്ങളുടെ അറിവിൽ അടുത്ത കാലത്ത് എവിടെങ്കിലും ക്ലബ് ഹൗസുകൾ സജീവമായി സോഷ്യൽ മീഡിയ ശക്തമായ ശേഷം അക്ബർ സാഹിബിനും കൂട്ടർക്കും ഒരു മുഖാമുഖ സംവാദത്തിന് ക്രൈസ്തവരെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മുൻകാലഘട്ടങ്ങളിൽ ചെയ്തതുപോലെ കേരളത്തിലുടനീളം പോസ്റ്റർ ഒട്ടിച്ച് ഇസ്ലാം വെല്ലുവിളിക്കുന്നു എന്ന രൂപേണയൊക്കെ ഉള്ള പോസ്റ്ററുകൾ പബ്ലിഷ് ചെയ്ത് അവർക്ക് ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അക്ബർ സാഹിബിന് ചെയ്യാൻ പറ്റുന്നത് സാഹിത്യ പ്രചരണമാണ്. കാരണം ആ സാഹിത്യ പ്രചരണം മറുവശം പറയണമെങ്കിൽ കൃതികൾ എഴുതി തന്നെ മറുപടി പറയണം. അതിനുള്ള സമയവും അതിൽ ചിലവഴിക്കേണ്ടി വരുന്ന ഊർജ നിമിത്തം പലപ്പോഴും ആളുകൾ അതിന് മുതിരാറില്ല. അതുകൊണ്ട് അതൊരു മേന്മയായി കണ്ടുകൊണ്ട് അത്തരം ചില കൃതികളൊക്കെ ഇറക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷെ ആ കൃതികളിലൂടെ ഒന്നും ഇനി ഇസ്ലാമിനെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന ഒരു വസ്തുത നിങ്ങൾ കാണാതിരിക്കരുത് എന്നുകൂടി പറയുന്നു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയട്ടെ, എത്ര ശ്രമിച്ചാലും ഇനി നിങ്ങൾക്ക് ഇസ്ലാമിനെ ഫലിപ്പിക്കാനാവില്ല. ഒരു തരത്തിലും മുഹമ്മദിന്റെ ചെയ്തികളെ നിങ്ങൾക്ക് ന്യായീകരിക്കാനാവില്ല. കാരണം ലോകം കണ്ട സമാനതകളില്ലാത്ത ക്രൂരതയുടെയും അധാർമികതയുടെയും തിന്മകളുടെ മാത്രം മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ കൃത്യമായി തെളിയിച്ചത് ഏതെങ്കിലും ക്രൈസ്തവരോ ഹിന്ദുക്കളോ നിരീശ്വരന്മാരോ ഉദ്ധരിച്ച വാക്കുകളെ ആധാരമാക്കിയല്ല, മറിച്ച് നിങ്ങൾ പരിശുദ്ധം എന്ന് കരുതുന്ന ഖുർആനിലെ ആയത്തുകൾ, അതിലെ സൂറത്തുകൾ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടും ആ ആയത്തുകൾക്ക് നിങ്ങളുടെ തന്നെ ആധികാരിക വ്യാഖ്യാതാക്കൾ, തഫ്സീറുകൾ രചിച്ച ആ വ്യാഖ്യാതാക്കൾ ഇബ്നു കതീർ, ജലാലൈൻ, ഇനി മലയാളത്തിലേക്ക് വന്നാൽ അമാനി മൗലവി തുടങ്ങി എണ്ണമറ്റ പണ്ഡിതന്മാരുടെ കൃത്യമായ വിശദീകരണങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അത് സ്ഥാപിച്ചെടുത്തത്. അനുബന്ധമായി തബരിയെ പോലെയുള്ള ചരിത്രകാരന്മാരുടെയും മറ്റിതര ഇസ്ലാമിക പക്ഷത്തെ എഴുത്തുകാരെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു, നിങ്ങൾ ഇവിടെ കൊട്ടിക്കൊഴിച്ചതുപോലെ മുഹമ്മദ് മാനവരിൽ മഹോന്നതനുമല്ല, അദ്ദേഹം ഒരു ശരാശരി മനുഷ്യൻ പോലും ആയിരുന്നില്ല. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ ഇപ്പോൾ തെളിയിക്കാൻ ശ്രമിക്കുന്നതൊക്കെ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് കുമാരനാശാൻ പാടിയെന്നോ ഒക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തി. നിങ്ങൾ ദയവായിട്ട് ഇബ്നു കത്തീറിനെയോ അതല്ലെങ്കിൽ ജലാലൈനെയോ ഒക്കെ ഉദ്ധരിച്ച് പറയേണ്ട ആളുകൾ എന്തിനാണ് ഇത്തരത്തിൽ കുമാരനാശാനിലേക്കും അല്ലെങ്കിൽ
കേരളത്തിൽ ഏതെങ്കിലും പ്രസംഗകരോ അലക്സാണ്ടർ DGP സാറോ DGP അലക്സാണ്ടർ സാറോ ഒക്കെ പറഞ്ഞ തരത്തില് ഒക്കെ അതിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന ഒരു പരിസ്ഥിതി, ആയുധം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ആശ്രയം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ അത് നിങ്ങളെ അപമാനിക്കാൻ പറയുന്നതല്ല. നിങ്ങൾ ഇനിയെങ്കിലും അത്തരം ആശയഗതികളുടെ ഒരു ഊർജം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളുടെ തന്നെ കൃതികൾ ഉദ്ധരിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഈ ചെക്ക് നീക്കാൻ, ഈ തടസ്സം നീക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്നേഹബുദ്ധിയ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ 400 വർഷം ദിവസം പിന്നിടുന്ന ഞങ്ങളുടെ ചർച്ചയെക്കുറിച്ചുള്ള അഭിമാനപൂരിതമായ ഒരു കാര്യം, ഇതിനകം ക്ലബ് ഹൗസിൽ നിന്ന് ഏറെക്കുറെ ഇസ്ലാമിക ചിന്തകന്മാർ പിൻവലിഞ്ഞു. പൊതുസംവാദങ്ങളിൽ നിന്ന് ഇസ്ലാമിക ചിന്തകന്മാർ പിൻവലിഞ്ഞു. അവരുടെ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ വരുന്ന ഘട്ടത്തിൽ 600, 700, 1000 പേര് കൂടുന്ന ക്ലബ്ബുകൾ ഇന്ന് ഏതാണ്ട് പൂട്ടിക്കെട്ടി പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത പരിസ്ഥിതി സംജാതമായിരിക്കുന്നു. അവർക്കിടയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ ചർച്ചയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷകളെപ്പോലും അസ്ഥാനത്താക്കും വിധം അവർ പ്രവർത്തിക്കുന്നു. ഇതിനിടെ ഈ ക്ലബ് ഹൗസ് ചർച്ചകളിൽ എത്രയെത്ര ഇസ്ലാമിക പണ്ഡിതന്മാർ വന്നു. ഹാരിസ് മദനിയും അതുപോലെ മുഹമ്മദ് ഈസയും ഒടുവിലായി നടത്തിയ സംവാദം IBT-യിലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അത് ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഏകദൈവ വിശ്വാസവും ത്രിയേകത്വവും ഒക്കെ സംബന്ധിച്ച ഒരു ചർച്ചയാണ്. നിങ്ങൾ സസൂക്ഷ്മം അത് പരിശോധിച്ചാൽ മറുവശത്ത് നിന്ന് കണ്ണനം പറയാൻ വന്ന ആൾക്ക് ബൈബിളിലെ ഒരു വചനം പോലും ഉദ്ധരിച്ചുകൊണ്ട് ബൈബിളിലെ ദൈവികതയെ വെല്ലുവിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് തുറക്കണം. സാക്ഷാൽ മുഹമ്മദ് ഈസയ്ക്കും അവിടെ പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. സുന്നി പക്ഷക്കാരനായ ഹാരിസ് മദനിയും മുജാഹിദ് പക്ഷക്കാരനായ മുഹമ്മദ് ഈസയും ഒരുമിച്ചിരുന്നു കൊണ്ട് ചർച്ചകൾ ചെയ്യുന്ന ഘട്ടത്തിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ മുമ്പിൽ തന്നെ അവർ പതറി പിന്തിരിഞ്ഞുവിടുന്ന ഒരു പരിസ്ഥിതി ഉണ്ടായി. ഇനിയിപ്പോൾ ഉള്ളത് ചില കൊച്ചു കുട്ടികളാണ്. കുട്ടിത്തം മാറാത്ത കുട്ടികൾ അവര് അങ്കത്തട്ടിലിറങ്ങി എന്തൊക്കെയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞാൻ അവരെ പിന്തുണയ്ക്കുന്നു. കാരണം മദ്രസകളിൽ അവർ പഠിച്ച ആ ചിന്തകൾ ഇങ്ങനെ തലച്ചോറി കിടപ്പുണ്ട്. മുഹമ്മദ് മഹോന്നതനാണെന്നോ, അള്ളാഹു എന്ന ഗോത്രദേവനായി നമ്മൾ കാണുന്ന അള്ളാഹു, ചരിത്രം പറയുന്ന അള്ളാഹു പ്രപഞ്ചനാഥനാണെന്നോ ഒക്കെ ധരിച്ചു വശായിട്ടുണ്ട്. ഇസ്ലാം സകല ആദർശങ്ങളുടെയും മീതയാണ് എന്നൊക്കെ മദ്രസ പഠനം കേട്ടോ മൗലവിമാരുടെ പ്രസംഗം കേട്ടോ അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇനിയും അത് തെളിയിക്കാൻ അവരുടെ മുമ്പിൽ അവസരം ബാക്കിയുണ്ട്. അവരത് സത്യസന്ധമായി ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിവേ, ഇപ്പോൾ ഞാൻ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, 400 ദിവസങ്ങൾ പിന്നിടുന്ന ഞങ്ങളുടെ ക്ലബ് ഹൗസ് ചർച്ചകളിൽ കൃത്യമായി ഞങ്ങൾ ഇസ്ലാമിന്ന ആ വിശ്വാസ കാപഢ്യത്തെ തുറന്നു കാട്ടുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ ചൊല്ലി വളരെ അവിതർക്കിതമായ വിധത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ആശയഗതികൾ മുമ്പോട്ട് വെച്ചു. ഒരാൾക്കും അതിന് ഖണ്ഡനം പറയാനായി ഇതേവരെ സാധിച്ചിട്ടില്ല. ഇതുകൂടി ഓർക്കണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ വന്നാലും പലയാവർത്തി പറഞ്ഞ കാര്യങ്ങളാണ് അവർ തുടരുന്നത്. ഈ ഘട്ടത്തിൽ ഈ ക്ലബ് ഹൗസിൽ ചർച്ചകളിൽ അടുത്ത കാലത്തൊക്കെ മാത്രം വന്ന് പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങൾ ഈ ചർച്ചയുടെ ആകത്തുക പറയാം. ഇസ്ലാമിക സഹോദരന്മാർ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെ നമുക്കിങ്ങനെ ചുരുക്കാം. ഒന്നാമതായി അവർ പറഞ്ഞത് ബൈബിൾ തിരുത്തപ്പെട്ട കൃതിയാണ്. ബൈബിളിൽ മനുഷ്യന്റെ കൈകടത്തലുകളുണ്ട്. മനുഷ്യൻ കൈകടത്തി എന്ന് പറയുന്ന ആ വാദത്തിന് ഞങ്ങൾ കൃത്യമായ ഒരു മറുപടി ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവര് അത് കണ്ട ഭാവം നടിക്കുന്നില്ല. ആ പ്രശ്നത്തെ തന്നെ ഞാൻ ആദ്യം അഡ്രസ് ചെയ്യുന്നു. തീർച്ചയായും ബൈബിൾ മുഴുവൻ മനുഷ്യൻ എഴുതിയതാണ്. മനുഷ്യൻ കൈകടത്തി എന്നുള്ള ചെറുതായൊരു വാദം കൊണ്ട് നിങ്ങൾ ഒതുങ്ങണ്ട. ബൈബിൾ മുഴുവൻ അവസാനത്തെ വാക്കും മനുഷ്യൻ എഴുതിയതാണ്. മനുഷ്യൻ വെറുതെ ഇരുന്ന് എന്തെങ്കിലും എഴുതി കുറിച്ചതല്ല, ഏതെങ്കിലും കവിതകൾ കോപ്പി അടിച്ച് എഴുതിയതല്ല, മറിച്ച് ആത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയതാണ് എന്ന് ബൈബിൾ തന്നെ പറയുന്നു. ബൈബിളിൽ മനുഷ്യൻ പറഞ്ഞതുണ്ട്, സ്ത്രീ പറഞ്ഞതുണ്ട്, പുരുഷൻ പറഞ്ഞതുണ്ട്, ദൈവം പറഞ്ഞതുണ്ട്, അതുപോലെ ദാവീദ് പറഞ്ഞതുണ്ട്, പൗലോസ് പറഞ്ഞതുണ്ട്, പത്രോസ് പറഞ്ഞതുണ്ട്, യൂദാ പറഞ്ഞതുണ്ട്, കയ്യഫാവ് പറഞ്ഞതുണ്ട്, ഹെരോദാ പറഞ്ഞതുണ്ട്, കഴുത പറഞ്ഞതുണ്ട്, പാമ്പ് പറഞ്ഞതുണ്ട്. പലതരം വാചകങ്ങളെ, പലതരം കാഴ്ചപ്പാടുകളെ ബൈബിൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി പാലിക്കേണ്ട ഉപദേശമുണ്ട്. അഭിപ്രായം പോലെ പറയുന്ന ഇടങ്ങളുണ്ട്. അതിൽ സംഗീതാത്മകമായ നിരവധി കാവ്യരൂപേണ വ്യാഖ്യാനിക്കേണ്ട ഇടങ്ങളുണ്ട്. അതുകൊണ്ട് ഖുർആൻ എന്തായിരിക്കുന്നുവോ ആ നിലയിലല്ല ബൈബിളിന്റെ ദൈവ നിശ്വാസീയത. അതിന്റെ കാര്യകാരണങ്ങൾ പറയാം. ബൈബിളിനെ അതിന്റെ സമഗ്രതയിൽ, അതിന്റെ ആകത്തുകയിൽ, അതിന്റെ സന്ദേശത്തിൽ, അത് മുമ്പോട്ട് വെക്കുന്ന ഉള്ളടക്കങ്ങളെ ആധാരമാക്കിയാണ് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നത്. അത് ദൈവവചനമാണ്. പൂർണ്ണമായി അത് ദൈവവചനമാണെന്ന് ഉൾക്കൊള്ളാൻ ഒരു ക്രൈസ്തവ വിശ്വാസിക്കും യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും പറയട്ടെ, ബൈബിൾ മനുഷ്യൻ എഴുതിയതാണ്. അതും വ്യത്യസ്ത തുറകളിലുള്ള മനുഷ്യര്. ഏതാണ്ട് 1400 വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാര് 3-4 കോണ്ടിനെന്റുകളിൽ ഇരുന്നു കൊണ്ട് എഴുതി പൂർത്തീകരിച്ച ഗ്രന്ഥം.
ആ ഗ്രന്ഥത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം വായനക്കാരുള്ള കൃതി ബൈബിളാണ്. ലോകത്ത് ഏറ്റവും അധികം ഭാഷാന്തരം നിർവഹിക്കപ്പെട്ട കൃതി ബൈബിളാണ്. ലോകത്ത് ഏറ്റവും അധികം അനുഗാമികളുള്ളത് ആ ബൈബിൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിനാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ മരിച്ചു വീണത് ആ ബൈബിളിന്റെ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും അധികം കവിതകൾ പിറന്നത്, പാട്ടുകൾ പിറന്നത് ആ യേശുവിനെ കുറിച്ചും വിശുദ്ധ ബൈബിളിനെ കുറിച്ചുമാണ്. സ്വന്തമായി ഒരു പാട്ടെഴുതാത്ത, സ്വന്തമായി ഒരു പുസ്തകം എഴുതാത്ത, പാലസ്തീനിയൻ പ്രവിശ്യയുടെ പുറത്തേക്ക് എവിടെയും സഞ്ചരിക്കാത്ത യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ കുറിച്ചാണ് ലോകത്ത് ഏറ്റവും അധികം പാട്ടുകൾ പിറവികൊണ്ടിട്ടുള്ളത്. മാത്രമല്ല, യേശുവിനെ കുറിച്ചുള്ള ചിന്തകളും പ്രസംഗങ്ങളും, യേശു ജനിച്ചു, അവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചു, അത് കൃത്യമായി 33.5 തിരുവയസ്സ് വരെയുള്ള അവിടുത്തെ പ്രവൃത്തി, തന്റെ ശിഷ്യന്മാരിൽ ഭരമേൽപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങിയതെന്നോ അന്ന് ആരംഭിച്ച സുവിശേഷ ഘോഷണത്തിന് ഞാൻ ഇന്ന് നിങ്ങളോട് വചനം പങ്കിടുന്ന വേളയിൽ പോലും ഒരു ഇടവേള ഉണ്ടായിട്ടില്ല എന്നോർക്കണം. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ 5 വൻകരകളിലും 24 മണിക്കൂറും യാതൊരു ഇടവേളകളും കൂടാതെ എപ്പോഴും ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഇനി മറിച്ചൊരു വാക്ക്, ഈ സുവിശേഷ പ്രചരണത്തിന്റെ പേരിൽ, യേശുവിനെ സത്യസന്ധമായി അവതരിപ്പിച്ചതിന്റെ പേരിൽ ആയുധം കയ്യിലെടുക്കാതെയും അന്യമതസ്ഥനെ ആക്ഷേപിക്കാതെയും അന്യമതസ്ഥന്റെ സ്വസ്ഥതകളിലേക്ക് ഇരമ്പിക്കയറി അവനെ ഉപദ്രവിക്കാതെയും സമാധാനം എന്ന് പറയുക മാത്രമല്ല, ആ സമാധാനത്തിന്റെ സന്ദേശം കൃത്യമായി ഉയർത്തുകയും ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് മനുഷ്യരെ രക്തസാക്ഷികളായി രൂപപ്പെടുത്തിയ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് പറയുമ്പോൾ മരണത്തെ ഭയമില്ലാതെ, ജീവിത ദുരിതങ്ങളെ ഭയമില്ലാതെ ഞങ്ങൾ അഭംഗുരം ഈ പ്രവൃത്തി തുടരുന്നത് സാക്ഷാൽ സമാധാനത്തിന്റെ വക്താവായ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രന്റെ പഠിപ്പിക്കലുകളും ചിന്തകളും ഒരുപോലെ ഹൃദയഹാരിയായതുകൊണ്ടാണ്, അതിന്റെ സത്യസന്ധത നിമിത്തമാണ്. ഇനി അടുത്ത ഒരു വാദത്തിലേക്ക് വരുന്നു. ഈ വാദത്തിന് ഒരു അനുബന്ധം കൂടി പറയട്ടെ ഓർത്തപ്പോൾ. ഈ ബൈബിൾ തിരുത്തി, ബൈബിൾ കൈകടത്തി എന്നൊക്കെ പറയുന്ന ഇവരുടെ വാദഗതികളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായി ഏറ്റവും ഒടുവിൽ ശ്രീ നൗഷാദ് എന്നു പേരുള്ള ഇസ്ലാമിക പണ്ഡിതൻ എന്നോട് ചർച്ചയ്ക്ക് വരുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട അലി മുഹമ്മദ് ഫിലിപ്പ് സാർ അതെവിടെയുണ്ട്, അദ്ദേഹം പറഞ്ഞത് ആവർത്തന പുസ്തകത്തിന്റെ ഒടുവിലായി ചേർത്തിരിക്കുന്ന ആഡിങ്സ് ഉണ്ട്. അതായത് ലേറ്റർ ആഡിങ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ബൈബിൾ പഠനത്തിൽ ഗൗരവതരമായി തന്നെ കാണുന്ന മോശയുടെ മരണത്തെപ്പറ്റി മോശ എഴുതിയിരിക്കുന്നതുണ്ട്. ഞാൻ ഉത്തരം കൊടുത്തു, അത് മോശ എഴുതിയതല്ല, യോശുവയാണ് ആവർത്തനത്തിന്റെ അവസാന ഭാഗം എഴുതുന്നത്. മുസ്ലിം പണ്ഡിതന്മാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ന്യായപ്രമാണം അഥവാ തോറ എന്ന് പറയുന്നത് 5 പുസ്തകങ്ങളാണ്. അങ്ങനെയല്ല, 5 പുസ്തകങ്ങളല്ല ന്യായപ്രമാണം, 5 പുസ്തകങ്ങളിൽ ഉള്ളതാണ് ന്യായപ്രമാണം. 5 പുസ്തകങ്ങളെ അല്ല ന്യായപ്രമാണം എന്ന് പറയുന്നത്, 5 പുസ്തകങ്ങളിൽ ഉള്ളതെന്തോ അതാണ് പ്രമാണം. അതിലെ പ്രമാണമാണ് ന്യായപ്രമാണം. മറിച്ച് അത് കിട്ടിയ വിധങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സഞ്ചാരപാതകൾ, അതിന്റെ വികാസ പരിണാമങ്ങൾ, ഇതിനെ ന്യായപ്രമാണത്തിന്റെ അക്കൗണ്ടിലല്ല കൂട്ടുന്നത്. ഒരു ഗ്രന്ഥം എന്ന നിലയിൽ അതിനെ ന്യായപ്രമാണം എന്ന് പറയാമെങ്കിലും 365 പ്രമാണങ്ങൾ പറയുന്നു അരുത് അരുത് അരുത്. ദൈവവുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത, ആത്മീകനായൊരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത സിവിൽ ക്രിമിനൽ നിയമങ്ങളുടെ 365 അരുതായ്മകൾ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന 248 പ്രമാണങ്ങൾ. അങ്ങനെ 613 പ്രമാണങ്ങളുടെ സമാഹാരമാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. പലപ്പോഴും ഈ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ പുസ്തകം അപ്പാടെ ന്യായപ്രമാണമാണ്. അങ്ങനെയല്ല സാർ. ആ പുസ്തകത്തിൽ മോശയുടെ മരണം വരുന്നത് സ്വാഭാവികമായി പിന്തുടർച്ചക്കാരായി വരുന്ന ആളുകൾ അവ എഴുതി ചേർക്കും. അതാണ് സത്യം. ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് കൂടെ കടക്കാം. ഈ ബൈബിളിലെ ചില ഭാഗങ്ങളിൽ അവർ ആരോപിക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയിട്ട് ആ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ കടന്നു എന്നൊരു ചോദ്യം, ആ ചോദ്യം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിനായി ചോദിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ വളരെ ഗൗരവമായി അതിനെ നേരിടുന്നു. ആ നേരിടുന്നത് പക്ഷെ അതൊരു നിസാരമായ വിധത്തിലാണ് ഞങ്ങൾ ഇത് ചോദിക്കുന്നത്. അവർ ഗൗരവമായി മറുപടി പറയേണ്ടതുണ്ട്. എന്താണ് കാരണം? ഞങ്ങൾക്ക് നിസാരമായി അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. എങ്ങനെ? ഇത് ഈ തൗറ എന്ന് പറയുന്ന, തൗറത്തെന്ന് മുസ്ലിം സഹോദരന്മാർ പറയുന്ന പഞ്ചഗ്രന്ഥങ്ങളിൽ കാണുന്ന 613 പ്രമാണങ്ങൾ അല്ല. ഈ പഞ്ചഗ്രന്ഥം അപ്പാടെയും സങ്കീർത്തനങ്ങൾ അപ്പാടെയും ബൈബിളിന്റെ 39 പുസ്തകങ്ങൾ അപ്പാടെയും അപ്പോക്രിഫയും അനുബന്ധ കൃതികളും അപ്പാടെയും കണ്ടിട്ടുള്ള ആളിന്റെ പേരാണ് മുഹമ്മദ്. ഇനി മുഹമ്മദ് അത് കണ്ടു എന്നും ഉമർ അത് വായിച്ചു കേൾപ്പിച്ചു എന്നും ഇസ്ലാമിക ചരിത്രങ്ങളെ ഉദ്ധരിച്ച് എനിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. മുഹമ്മദ് കണ്ടിട്ടുള്ള, ഉമർ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ബറക്കത്ത് ഇബ്നു നൗഫൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഈ കൃതികളിൽ മുഹമ്മദ് എന്തുകൊണ്ട് ഇത്തരം ഒരു ആരോപണം മുമ്പോട്ട് വച്ചില്ല? മുഹമ്മദ് എന്തുകൊണ്ട് ഇത്തരം ഒരു ചിന്ത മുമ്പോട്ട് വച്ചില്ല? അള്ളാഹു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല?
എന്തുകൊണ്ട് ഇവരുടെ ഏതെങ്കിലും ആധികാരിക കൃതികളിൽ ഇങ്ങനെ ഒരു നിരൂപണമില്ല, ഒരു നിരീക്ഷണമില്ല? അടുത്ത ഒരു കാര്യം ഉന്നയിക്കുന്നത് സങ്കീർത്തനങ്ങളെ പറ്റിയാണ്. ഇവർ പറയുന്നത് ദാവൂദിന് ഞാൻ സങ്കീർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ സബൂർ കൊടുത്തു. അപ്പൊ ദാവീദിന്റെ അല്ലാത്ത സങ്കീർത്തനം മനുഷ്യൻ എഴുതിയതല്ലേ എന്നാണ്. ദാവീദിന് മാത്രമേ സങ്കീർത്തനം കൊടുത്തു എന്ന് അള്ളാഹ്ക്ക് വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം അള്ളാഹ് ജനിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഗോത്രദേവൻ പ്രപഞ്ചനാഥനായിട്ട് മുഹമ്മദ് ഉയർത്തിക്കാട്ടുന്നതിന്റെ 600-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതി ക്രോഡീകരിച്ചു. ആ സങ്കീർത്തനങ്ങളിൽ ദാവീദിന്റെ മാത്രമല്ല, ആ സങ്കീർത്തനത്തിൽ സൺസ് ഓഫ് കോരയുണ്ട്, ആസാഫുണ്ട്, കോര പിന്നെ അതിൽ എസ്രാഹ്യനായ ഏതാന്റെ ധ്യാനമുണ്ട്, മോസസിന്റെ പാട്ടുണ്ട്. ഇവയെല്ലാം ചേരുന്ന സംഗീത സമാഹാരമാണത്. അള്ളാഹ്ക്ക് അത് ഗ്രഹിക്കാൻ വേണ്ട ഈ ഹീബ്രു പരിജ്ഞാനമില്ല. അള്ളാഹ് എന്ന ഗോത്രദേവൻ കൃത്യമായി തന്നെ അറബിക്കപ്പുറത്തേക്ക് ഒരു ഭാഷയും സംസാരിച്ച് കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഇത് ഞാൻ പറയുന്നതല്ല. കൃത്യമായി അബുത്താലിബിനോട് സംസാരിക്കുമ്പോൾ അബുത്താലിബിന്റെ അരികിലേക്ക് ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ പുത്രൻ എന്ന് പറയുന്നത് മുഹമ്മദിനെ പറ്റിയാണ്. പുത്രൻ അല്ലെങ്കിൽ കൂടി മുഹമ്മദിനെ പറ്റി പറഞ്ഞിട്ട് നിന്റെ പുത്രൻ വിചിത്രമായ ചിലത് ഞങ്ങളെ കേൾപ്പിക്കുന്നു, ഞങ്ങള് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകപ്പാടെ ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാവുന്നു. അപ്പൊ എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് അബുത്താലിബ് മുഹമ്മദിനോട് ചോദിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ പറയുന്നത് എന്താണെന്നറിയണ്ടേ? അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അങ്ങനെ പറയുന്ന ആ തൗഹീദിന്റെ പാതിയാണ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. കൂടെ മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചനാവെന്ന് പറഞ്ഞില്ലെങ്കിൽ തൗഹീദ് പൂർത്തീകരിക്കില്ല. അപ്പോഴ് ഇങ്ങനെയുള്ള ചില വാദങ്ങൾ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നു. അപ്പോഴേക്ക് അബുത്താലിബ് പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ പറയുന്ന കാര്യമൊന്നും നിന്റെ മുമ്പ് ഒരു സമുദായത്തിലും ഞാൻ കേട്ടിട്ടില്ല, ഇങ്ങനൊന്നും കേട്ടിട്ടില്ല. കാരണം അള്ളാഹു അറബി ദേശത്ത് കൊണ്ട് ഒതുങ്ങുന്ന ഒരു ദൈവമാണ്. ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും അപ്പനാണ്. ഇതാണ് അബുത്താലിബ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു എന്ന അറിവിൽ പരിമിതികളുള്ള അല്ലെങ്കിൽ ഈ അറബി ദേശത്തിന്റെ പരിമിതിക്ക് പുറത്തേക്ക് ഇറങ്ങാത്ത ഒരു ഗോത്രദേവന് സബൂർ എന്താണ് അല്ലെങ്കിൽ സങ്കീർത്തനം എന്താണെന്ന് കൃത്യമായ അറിവില്ല, അല്ലെങ്കിൽ അത് എഴുതിയ മുഹമ്മദിന് അറിവില്ല. കാരണം ഇവർ വരുന്നതിന് മുമ്പേ ഇതെഴുതി, അല്ലെങ്കിൽ ഇവർ തിരിച്ചു പറയണം. ഈ കോരകപുത്രന്മാരുടെ സങ്കീർത്തനം ഇതൊക്കെ ഉണ്ടല്ലോ, അവരുടെ കാലത്തെ പ്രചാരം നേടിയല്ലോ. അല്ലെങ്കിൽ കൃത്യമായി പറയട്ടെ, യേശുവിന് മുമ്പ് തന്നെ ഇതിന് സെപ്റ്റുവജന്റ് എന്ന പരിഭാഷ ഉണ്ടായല്ലോ. ഗ്രീക്കിൽ ഇത് കിട്ടുമല്ലോ, ഹീബ്രുവിൽ വേണ്ട ഗ്രീക്കിൽ അത് കിട്ടുമല്ലോ. അള്ളാഹു ഇത് കണ്ടിട്ടില്ലേ? അതോ അള്ളാഹു ഇത് അലക്സാണ്ട്രിയൻ ലൈബ്രറിയിൽ ആയിരക്കണക്കിന് പ്രതികൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ഈ തുകൽ ചുരുൾ കാണാനുള്ള അറിവില്ലേ? മുഹമ്മദ് കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവരിതിനെ കണ്ണിക്കണ്ടേ? എന്റെ പേരിൽ ചിലത് കൃത്രിമമായിട്ട് ജൂതന്മാർ ചമച്ചിട്ടുണ്ട്, അതാ കിടക്കുന്നു, അതിൽ ഒന്നാണ് കോരകിന്റെ എഴുത്ത്, മോശയുടെ പേര് വന്ന പാട്ട് എന്നൊക്കെയല്ലേ പറയണ്ടേ? അപ്പൊ അതും മുഹമ്മദ് പറയുന്നില്ല, അള്ളാഹു പറയുന്നില്ല. ഇനി പുതിയ നിയമത്തിലെ ചില വിശേഷങ്ങളാണ്. അത് ഇന്നുള്ളത് മത്തായിയുടെ സുവിശേഷമാണ്, മാർക്കോസിന്റെ സുവിശേഷമാണ്. യേശുവിന്റെ സുവിശേഷം എവിടെ? ഇവിടെയും മനസ്സിലാക്കണം. ഈ മുഹമ്മദിന്റെ അളിയനായിട്ടുള്ള ബറക്കത്ത് ഇബ്നു നൗഫൽ ഇദ്ദേഹത്തെ പ്രവാചകനായി ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ തൊഴിൽ പറയുന്നുണ്ട്, ഇഞ്ചിയിൽ പരിഭാഷപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ ഇഞ്ചിയിൽ സത്യസന്ധമായിരുന്നോ? അത് കുറ്റമറ്റതായിരുന്നോ? ആണെങ്കിൽ അത് എവിടെ? കുറ്റം ആരോപിക്കുന്നവരാണ് അതിന്റെ ഒറിജിനൽ എന്തുണ്ട് എന്ന് പറയേണ്ടത്. അവിടെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇതാണ് പറയേണ്ടത്. ഇന്നത്തെ എന്നല്ല, ഒരു കാലഘട്ടത്തിലെയും ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ബൈബിൾ സംബന്ധിച്ച് ഒരു നിലപാട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസരവാദത്തിന്റെ വഴിയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബൈബിളിനെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിൽ ചില തെറ്റുകളുണ്ട് എന്ന് പറയുന്ന എം അക്ബറുടെ കൃതികൾ പരിശോധിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരുടെ കൃതികൾ പരിശോധിക്കുക. അവിടെയെല്ലാം അവർക്ക് അനുകൂലമായ ചില തെളിവുകൾ എടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ വാദങ്ങൾ എടുക്കും. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഇവർ പറയുന്ന അടുത്ത വാദഗതി, രണ്ടാമത്തെ വാദഗതി, മുഹമ്മദിനെ പറ്റി ഈ ബൈബിളിൽ ഉണ്ട്, പ്രവചനം ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ ഫോഷ്കാണ്. മുഹമ്മദിനെ പറ്റി ഒരു ബൈബിളിലും ഇല്ല, എങ്ങും കൃത്യമായി നേരിട്ടൊരു പ്രവചനം ഇല്ല. പിന്നെ കള്ളക്രിസ്തുക്കളെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെയും വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുക എന്ന് പറയുന്ന പോലെയും സമഗ്രമായി ചിലത് പറയുന്നയിടത്ത് ചില ലക്ഷണങ്ങൾ കൊണ്ട് മുഹമ്മദ് ആകാം അത് എന്ന് വ്യാഖ്യാനിക്കുന്ന ചില രീതികളുണ്ട്. അത് ഞങ്ങൾ തുടങ്ങിയതല്ല, ഞങ്ങൾക്ക് മുന്നേ അനവധി ആളുകൾ, വില്യം ബാർക്കളെ പോലുള്ള പണ്ഡിതന്മാർ പാശ്ചാത്യ ലോകത്ത് ചെയ്തിട്ടുണ്ട്. പാതാള വെട്ടിക്കിളി പട പുറപ്പെട്ടു എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ ആ വിശദീകരണത്തിൽ വില്യം ബാർക്കളെ പറയുന്നത് പാതാള വെട്ടിക്കിളി പട പുറപ്പെട്ടു 9-ാം അധ്യായത്തിൽ പറയുന്ന ആ ഭാഗത്തിന്റെ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അഗാധ കൂപം തുറന്നു, പാതാള വെട്ടിക്കിളി പട പുറപ്പെട്ടു, 6-ാമത്തവൻ തന്റെ കാഹളമൂതി. അപ്പോൾ 6-ാം കാഹളത്തോടുകൂടി പാതാള വെട്ടിക്കിളി പട പുറപ്പെടുന്നു, ഭൂമിയിലൊക്കെ ഇരുട്ട് വ്യാപിക്കുന്നു. ഈ വ്യാപിക്കുന്ന ഇരുട്ടിനെ പറ്റി ബാർക്കളെ പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഇസ്ലാം എന്നാണ്. അതൊരു ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിന്റെ ശരി തെറ്റുകൾ നിങ്ങൾ തന്നെ വിശകലനം ചെയ്യുക. മറിച്ച് ഇസ്ലാമിനെ പറ്റിയോ അല്ലെങ്കിൽ മുഹമ്മദിനെ പറ്റിയോ ഡയറക്റ്റ് ഒരു പ്രവചനമില്ല. ഉണ്ട് എന്ന് പറയുന്ന ഭാഗങ്ങളിലൂടെ പോകാം. ആവർത്തനം 18-ന്റെ
18 പറയുന്നത്, യഹോവയായ കർത്താവ് എന്നെപ്പോലെ പ്രവാചകനെ നിങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഇത് മുഹമ്മദ് ആണെന്ന് പറയാൻ ഇവര് വ്യാഖ്യാതാക്കൾ തയ്യാറാകുന്നു. ഞങ്ങൾ അംഗീകരിക്കാം. ആദ്യം അള്ളാഹു പറയട്ടെ, ഒപ്പം മുഹമ്മദ് പറയട്ടെ. അപ്പൊ അള്ളാഹു പറയാത്തതും മുഹമ്മദ് പറയാത്തതും ഖുറാനിൽ ഇല്ലാത്തതും പറയാൻ നിങ്ങൾക്ക് ആര് തന്നു അധികാരം? ആര് തന്നു അവകാശം? ഇനിയാണ് രസകരമായ ഒരു കാര്യം. ചില തീവ്ര വ്യാഖ്യാതാക്കളായ ഇസ്ലാമിക ചിന്തകന്മാർ വന്നിട്ട് ഉത്തമഗീതം അശ്ലീലമാണ് എന്ന് പറയാറുണ്ട്. ഉത്തമഗീതം ഭാര്യാഭർത്തൃ ജീവിതത്തിലെ മാന്യമായ ദാമ്പത്യ ജീവിതത്തിന്റെ അനുഷ്ഠാനത്തെ പറ്റി പറയുന്ന കാര്യം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത പാപമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല. കുടുംബജീവിതത്തിനുള്ളിൽ, ദാമ്പത്യ ജീവിതത്തിനുള്ളിൽ ലൈംഗികത അനിവാര്യമാണെന്നും അത് പരിശുദ്ധമാണെന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിന് പുറത്ത് അത് തെറ്റാണെന്നും പഠിപ്പിക്കുന്നു. ഇവിടെയാണ് ഞങ്ങളും ഇസ്ലാമും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ലൈംഗികതയുടെ മാനദണ്ഡം അത് ദാമ്പത്യ ജീവിതമാണ് എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ആ പുസ്തകം. അത് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഇടത്തും മനുഷ്യർ തമ്മിൽ പുലർത്തേണ്ട ആ കുടുംബജീവിതത്തിന്റെ ദാമ്പത്യപരമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഇടത്തുമൊക്കെ ഏറെ വായിക്കേണ്ട, മനസ്സിലാക്കേണ്ട കൃതിയായി തന്നെ ഞങ്ങളതിൽ കാണുന്നു. എന്നാൽ ഇതല്ല രസം. ഈ പുസ്തകം അശ്ലീലമാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ദാവാ പണ്ഡിതന്മാർ ഒരവസരവാദം കാണിക്കാറുണ്ട്. എന്താണത്? അതിനകത്ത് അഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട് അത്രേ. എന്തോ ഒരു തമാശയാണെന്ന് ഓർക്കുക. ഒരേ വായിൽ തിരസ്കരിക്കുക, അതേ വായിൽ സ്വീകരിക്കുക. ഇനി മൂന്നാമത്തെ വിഷയം, മുഹമ്മദിനെ പറ്റി പുതു നിയമത്തിൽ യേശു പ്രവചിച്ചു എന്നുള്ളതാണ് അടുത്തത്. യേശു പ്രവചിച്ച പാരാക്ലിറ്റോസ്, ആ പാരാക്ലിറ്റോസ് അഥവാ പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആയിരുന്നു. നോക്കണേ, പരിശുദ്ധം എന്ന പദം. അപ്പൊ ആ പദത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾക്ക് പരിശുദ്ധം എന്ന് പറയാൻ ഹീബ്രുവിൽ കാദോഷ് എന്നൊരു പദമാണ്. അങ്ങനെ അതിൽ നിന്നാണ് കൂദാശ ഈ പദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹാ കദോഷ് അല്ലെങ്കിൽ പരിശുദ്ധമായിരിക്കുന്നത്. ഇനി അമിയാൻഡോസ് ഗ്രീക്കിലേക്ക് വരുമ്പോൾ നിരവധി പദങ്ങൾ. അപ്പോൾ പരിശുദ്ധിയെ പറ്റി, ദൈവികമായ ആ വിശുദ്ധിയെ പറ്റി പറയുമ്പോൾ ഹാ കദോഷ്, അമിയാൻഡോസ്, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേറിട്ടവൻ ഒക്കെ ആ യേശു ക്രിസ്തു പ്രവചിക്കുന്നു. എന്റെ പിന്നാലെ ഒരു കാര്യസ്ഥൻ വരും. ആ കാര്യസ്ഥന്റെ പേര് തന്നെ ഹോളി സ്പിരിറ്റ്. ഇംഗ്ലീഷിലെ പരിഭാഷ എത്ര മനോഹരമാണ്. അതിന്റെ മലയാള പരിഭാഷയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനല്ലാതെ വേറെ ഒന്നും തോന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധി എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഒരിക്കലും ഗ്രഹിച്ചിട്ടില്ലാത്ത, അധർമ്മം മാത്രം പ്രവർത്തിച്ച, സ്വന്തം ഭാര്യമാരോട് വിശ്വസ്ത ആചരിക്കാൻ കഴിയാതെ പോയ, നോക്കണം, ഈ ഹഫ്സയുടെ വീട്ടിൽ വെച്ച് മാരിയത്തിനെ പ്രാപിച്ച, കോപ്റ്റിക് മേരിയെ പ്രാപിച്ച, അതിനുശേഷം കോപ്റ്റിക് മേരിയെ പ്രാപിച്ചു എന്ന കുറ്റം ചുമത്തി ഹഫ്സ പിണങ്ങുമ്പോൾ ആ ഹഫ്സയോട് വാക്ക് പറയുന്നു, ഞാൻ ഇനി മാരിയത്തിനെ പ്രാപിക്കയില്ല. ഇത് പറഞ്ഞ ശേഷം അള്ളാഹു നിനക്കനുവദിച്ച വിശിഷ്ട വിഭവങ്ങളെ നീ മനുഷ്യരെ പേടിച്ച് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മാരിയത്തിനെ സമീപിക്കുന്ന മുഹമ്മദ്. നോക്കണമേ, അള്ളാഹുവിന്റെ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഖുറാനിൽ ഞങ്ങൾ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് അംഗീകരിക്കാവുന്ന മാതൃക? ഒരു 10 പറയുമെന്ന് പറയുമ്പോൾ ഒരെണ്ണം പോലും പറയാൻ ത്രാണിയില്ലാതെ ചോദിക്കുക, ഏതിലാണ് മാതൃക ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നോക്കണേ, ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ പറയുന്നു, ഒന്നിലും മാതൃകയില്ല. ഒന്നിലും മാതൃകയില്ല. ഒരു ഭർത്താവ് എന്ന നിലയിലില്ല, ഒരു രാജ്യതന്ത്രജ്ഞൻ എന്ന നിലയിലില്ല, ഒരു പടയാളി എന്ന നിലയിലില്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റൊരാൾക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃകയും അദ്ദേഹത്തിനില്ല. അവസരവാദത്തിന്റെയും അശുദ്ധിയുടെയും തനിക്ക് മാത്രം തോന്നുന്ന ശരികളിലൂടെ സഞ്ചരിച്ച് തന്റെ ലൈംഗികമായ സംതൃപ്തിക്ക് വേണ്ടിയും പിടിച്ചെടുക്കാനുള്ള വ്യഗ്രതയ്ക്ക് വേണ്ടിയും നിരവധി മനുഷ്യരെ കശാപ്പ് ചെയ്യുകയും അനവധി സ്ത്രീകളെ അനാഥരാക്കുകയും ചെയ്ത വളരെ വേദനാജനകമായ ചരിത്രം ഉലകത്തിന് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട്, സീറ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായി 400 ദിവസം ഇവിടെ തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ അദ്ദേഹത്തിലേക്കോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിലേക്കോ കാര്യമായി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. സാന്ദർഭികമായി ചിലത് കൂടി പറയാം. അപ്പോൾ ഇസ്ലാം ഉയർത്തിയ ഇത്തരം വെല്ലുവിളികളെ മുഴുവൻ ഞങ്ങൾ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ ചിലത് കൂടിയുണ്ട്. ഞാൻ സമയക്കുറവ് കൊണ്ട് അധികം നീട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പഠനങ്ങളിൽ ഞങ്ങൾ ഖുർആൻ വ്യക്തമായി ഇവിടെ പഠിപ്പിച്ചു. ഞങ്ങളുടെ ഗിബോറിനെ പോലെയുള്ള സഹോദരന്മാര്, നസ്രീനെ പോലെയുള്ള സഹോദരന്മാര്, വാരിയറിനെ പോലെയുള്ള ഞങ്ങളുടെ സഹോദരന്മാര്, സത്യ ബ്രദർ, പ്രിയപ്പെട്ട ലീ സിസ്റ്റർ, അങ്ങനെ നിരവധി പേർ, ചാക്കോ പാസ്റ്റർ, ഗുരു ജോർജ്, സിജോ ബ്രദർ, മറ്റു ഗ്രൂപ്പുകളിൽ നമ്മുടെ അജീഷ് ബ്രദർ, ഈ ഗ്രൂപ്പിലും അജീഷ് ബ്രദർ വന്നിട്ടുണ്ട്, അനിൽകുമാർ അയ്യപ്പൻ, ഈ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരൻ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ്, അങ്ങനെ അനവധി സഹോദരന്മാർ തങ്ങളുടേതായ നിലകളിൽ കൃത്യമായി ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും അവർ ഞങ്ങളുടെ അരികിലേക്ക് ഒരു സംവാദത്തിന് വരില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അപ്പോ ആ ഉറപ്പിന്റെ അടിസ്ഥാനം അവരാരും പണ്ഡിതന്മാരല്ലാഞ്ഞിട്ടോ അവർക്ക് ആത്മാർത്ഥ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഞാൻ ഈ പാവം സഹോദരന്മാരെ ഒത്തു വിഷമിക്കുന്നു. കാരണം
ഇവരുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു ഇസ്ലാം എന്തോ സംഭവമാണ്, ഇസ്ലാം ഭയങ്കര വിഷയമാണ്. ഒന്നുമില്ല, നിങ്ങൾക്ക് തലവെട്ടാനും കൈവെട്ടാനുമുള്ള ഒരു ആത്മാർത്ഥതയ്ക്കപ്പുറത്തേക്ക് ഒരാശയ യുദ്ധം നയിക്കാനുള്ള ത്രാണിയൊന്നും ആയിട്ടില്ല, ആകത്തുമില്ല. കാരണം അതിലെ കാര്യം പറയാം. നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ മുഹമ്മദിനെ നിങ്ങൾക്കൊരു പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു അപകർഷതാബോധ സംജാതമായിരിക്കുന്നു എന്ന് ഞാനല്ല, സാക്ഷാൽ അക്ബർ സാഹിബ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2.5 ദശകത്തോളം വിശുദ്ധ ബൈബിളിനെ ആക്ഷേപിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ ആക്ഷേപിച്ചുകൊണ്ട്, പൗലോസ്ലിഹയെ അനാവശ്യമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന അത്തരത്തിലെ പ്രചാരവേലയെ മുഴുവൻ ഇതാ അദ്ദേഹം ഒറ്റ വാക്കുകൊണ്ട് ഒരു കുമ്പസാരം നടത്തിയിരിക്കുന്നു. എന്താണത്? അദ്ദേഹം 2.5 പതിറ്റാണ്ടിന്റെ സംവാദം മിസ്റ്റർ MM അക്ബർ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ? പൊതുവേദിയിൽ നിന്നുകൊണ്ട് അക്ബർക്ക് പറയേണ്ടി വരുന്നു, യുവതയുടെ ആധുനികമായ പുതുതലമുറയുടെ ഉള്ളിൽ മുഹമ്മദിനെ പറ്റി ഒരപകർഷതാബോധം. ജെയിനിന്റെ തോട്ടത്തിൽ വെച്ച്, സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് ജെയിനിന്റെ പുത്രിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്ന പ്രവാചകന്റെ വചനങ്ങൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട്, പ്രവാചകൻ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കലിമാ ചെല്ലാനിരുന്ന ചില യുവാക്കൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കൂടി പഠിക്കണം എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയി എന്ന് ആ നാവിലൂടെ തന്നെ പുറത്തു വന്ന ശബ്ദം വൈറലായത് നിങ്ങൾ കണ്ടു. ആ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ദൈവത്തിന്റെ നീതിയായി ഞങ്ങൾ കരുതുന്നു. കാരണം ആക്ഷേപിച്ചും അവഹേളിച്ചും നിങ്ങൾ നടത്തിയ പെരുമാറ്റങ്ങൾ, നിങ്ങൾ നടത്തിയ ഇടപെടലുകൾ ഒരശുദ്ധിയും പറയാനില്ലാത്ത, ഒരു കുറവും പറയാനില്ലാത്ത, ഒരു ഊനവുമില്ലാത്ത സാക്ഷാൽ ദൈവപുത്രനെ കുറിച്ചും അവിടുത്തെ പ്രവൃത്തിയെ കുറിച്ചുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനു പകരം ഉയർത്തിയ ആളാരാണ്? ഒരു മാതൃകയും പറയാനില്ലാത്ത, ഒരു തരത്തിലും അനുഗമിക്കാൻ കൊള്ളാവുന്ന, യാതൊന്നും പറയാനില്ലാത്ത ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടി, ഇരുട്ടിനെ ഉയർത്തിക്കാട്ടി ഇത് വെളിച്ചമാണെന്ന് നിങ്ങൾ പറഞ്ഞു. അനീതി ഉയർത്തിക്കാട്ടി ഇത് നീതിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൊലയും അക്രമവും ചൂഷണവും ഉയർത്തിക്കാട്ടി വിളിച്ചു പറഞ്ഞു ഇതാണ് സമാധാനം എന്ന് പറഞ്ഞു. നിങ്ങൾ പലിശ വാങ്ങുന്നതിനെ വിമർശിച്ചു, നല്ലത്, പലിശ വാങ്ങാതിരിക്കട്ടെ, നല്ലത്. പലിശയ്ക്ക് പകരം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് കൊള്ളയാണ്. കൊള്ള അനുവദനീയമാണ്, പലിശ പാടില്ല. വിചിത്ര നിയമങ്ങളുടെ കിരാതമായ ഒരു സ്ഥലം. ഇതേക്കുറിച്ചൊന്നും അറിവില്ലാത്ത കുറെ ആളുകൾ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയും. TN പ്രതാപനെ പോലുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇന്ത്യൻ ഭരണനേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ശരീഅത്ത് നിയമങ്ങളെയാണ്. അദ്ദേഹത്തിന് 2 വോട്ടിന് വേണ്ടിയാകും ഇതൊക്കെ പറയുന്നത്. ഞങ്ങളൊന്ന് ഉറപ്പിച്ചു പറയാം, ശരീഅത്ത് നിയമത്തിന്റെ ABCD TN പ്രതാപൻ അറിയില്ല. അറിയാമായിരുന്നെങ്കിൽ അവര് സംവാദത്തിന് തുടരട്ടെ. എന്താണ് ശരീഅത്ത് നിയമം? ഇത്രയും കാടൻ നിയമങ്ങൾ ഗോത്രവർഗ ജീവിത കാലഘട്ടത്തിൽ, അതിനു മുമ്പ് ജീവിച്ചിരുന്ന ജാഹിലിയ എന്നിവർ ആക്ഷേപിക്കുന്ന കാലത്ത് അവിടുത്തെ കാട്ടറവികൾ പോലും ചെയ്യാൻ അറക്കുന്ന വൃത്തിഹീനമായ കാര്യങ്ങളുടെ ഒരു പരമ്പര. ഇനി ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. എന്റെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല, ഒരു വിഷയത്തിന്റെ ഗൗരവത്തിൽ പുലർത്തുന്ന ഒരു ആത്മാർത്ഥതയായി മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ച, നിങ്ങൾ വിമർശിക്കാൻ ശ്രമിച്ച ആ വ്യക്തികളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു. ഞാൻ ആദ്യം യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു, ഒപ്പം പൗലോസിനെ കൊണ്ടുവരുന്നു, പത്രോസിനെ കൊണ്ടുവരുന്നു, ബൈബിൾ കഥാപാത്രങ്ങളെ ഒന്നടങ്കം നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം, ബൈബിളിൽ ഞങ്ങൾ സ്വീകരിക്കാത്ത പ്രവൃത്തികൾ ചെയ്ത ചില മനുഷ്യരുണ്ട് ബൈബിളിൽ. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ, ദേമാസ്, യൂദാസ്, ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട്. ഞങ്ങൾ ദൈവമക്കളായി കാണാത്ത, അല്ലെങ്കിൽ ആത്മാർത്ഥമായി നന്മയുടെ വഴിയേ പോയിട്ടില്ല എന്ന് ഞങ്ങൾ കരുതുന്ന കുറേ മനുഷ്യര് ആ മനുഷ്യരുടെ പോലും ധാർമ്മിക ബോധം ഈ മുഹമ്മദ് പുലർത്തിയില്ല. അതുമായുള്ളൊരു തുലനത്തിനും ഞങ്ങൾ തയ്യാറെടുക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പൗലൂസിനെ വിമർശിക്കുന്നു. ഒരു ശതകോടീശ്വരനായിട്ട് തുടങ്ങി വലിയ ജ്ഞാനിയായി ജീവിതം ആരംഭിച്ച് അനവധിയായ ആശയപ്രചാരണ വേദികളിലൂടെ സഞ്ചരിച്ച് ഒരു യഹൂദാറബിയായിരുന്ന പൗലോസ് എന്ന മനുഷ്യൻ യേശുക്രിസ്തുവിനാൽ ആകർഷനായപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാത്തരം ആക്രമണത്തിന്റെയും എല്ലാത്തരം യഹൂദാബോധത്തിന്റെയും മതതീവ്രവാദത്തിന്റെയും വഴികൾ വിട്ട് ഏറ്റവും വിശുദ്ധിയുടെ പാതയിലൂടെ നടന്ന് അവസാനം എല്ലാം ഭൗതിക ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി റോമിലെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ജയിലിൽ വെച്ച് വളരെ സംതൃപ്തിജനകമായി തന്റെ അന്ത്യവിധി കാത്തുകിടക്കുകയും ഒടുവിൽ 3 ഫൗണ്ടൈൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 3 ജലധാരകൾ സമ്മേളിക്കുന്ന റോമിലെ ഒരു സ്ഥലത്ത് വെച്ച് ദാരുണമായ ഈർച്ചവാളിനാൽ കൊല ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരെല്ലാം ശത്രുക്കളുടെ കരങ്ങളാൽ ആക്രമിക്കപ്പെട്ടാണ് മരിച്ചത്. കിരാതമായ വിധത്തിൽ ആക്രമിക്കപ്പെടുമ്പോഴും തിരിച്ച് ആയുധമെടുത്തില്ല, ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്തില്ല. പുഞ്ചിരിയോടെ മരണത്തെ സ്വീകരിച്ച ഒരു ഗുരു ഞങ്ങൾക്കുള്ളത് കൊണ്ട് ആ ഗുരുവിന്റെ വഴിയേ നടന്നുകൊണ്ട്, ആ ഗുരുവിന്റെ പാതയെ നടന്നുകൊണ്ട് ഞങ്ങളെ അപ്പോസ്തലന്മാർ എല്ലാവരും വീരചരമം ക്രിസ്തുവിൽ പ്രാപിച്ചു. ആ യേശുവിന്റെ അനുഗാമികളൊക്കെ വീരചരമം പ്രാപിച്ചു. യേശുവിന്റെ അനുഗാമികളായ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും ഇതേ വിധത്തിൽ കൊല ചെയ്യപ്പെട്ടു. പോയിടത്തെല്ലാം അതിക്രൂരമായി ഞങ്ങൾ വധിക്കപ്പെടുമ്പോഴും
വിമർശിക്കപ്പെടുമ്പോഴും ഞങ്ങളുടെ ആനന്ദത്തിന് കുറവില്ല. അതാണ് ക്രിസ്തുയേശുവിലെ സന്തോഷം. ബൈബിൾ പറയുന്നു, യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ആ സന്തോഷം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ സംതൃപ്തിജനകമായ വിധത്തിൽ തന്നെ ഈ സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ മുന്നേറി എന്നുള്ളതാണ് സത്യം. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ ലോകത്ത് ഏറ്റവും അധികം ചോര ചൊരിഞ്ഞുകൊണ്ട്, മരണത്തിന് ഞങ്ങളുടെ പ്രാണനെ വിട്ടുകൊടുത്തുകൊണ്ട്, ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ പ്രഘോഷിച്ച സുവിശേഷത്തിന് യാതൊരു തരത്തിലും അതിന്റെ ശോഭയെ കെടുത്താൻ ഒരു ശക്തിക്കും കഴിയാതെ വന്നപ്പോൾ ആയുധം എടുത്തുകൊണ്ട് ആക്രമിച്ചതിനെ ഉന്മൂലനം ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടും അതിന്റെ മുമ്പിൽ തലകുനിക്കാത്ത മഹത്തരമായൊരു മാർഗം ഞങ്ങളുടേതാണ്. ഈ യേശുവിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ ഉള്ളിൽ ആശയപരമായ അസഹിഷ്ണുതയുണ്ട്. ആ ആശയപരമായ അസഹിഷ്ണുത ആയുധമെടുത്തുകൊണ്ടോ ആക്രോശിച്ചുകൊണ്ടോ അല്ല ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾ ക്രിസ്തുവിലുള്ളതെന്തോ പൗലോസിലുള്ളതെന്തോ പത്രോസിലുള്ളതെന്തോ യോഹന്നാനിൽ എന്നുള്ളതെന്തോ ഞങ്ങളുടെ പൂർവികരായ ഇത്തരം ജനനേതാക്കന്മാരിൽ, ഞങ്ങളുടെ ജനകീയരായ അപ്പോസ്തലന്മാർ ഉള്ള മാതൃക അങ്ങോട്ട് വെച്ചിട്ട് അവരുടെ ജീവിതത്തെ എടുത്തു കാണിക്കാം. ആ ജീവിതത്തെ എടുത്തു കാണിച്ചിട്ട് മറുവശത്ത് നിങ്ങളുടെ ജീവിതവും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. മുഹമ്മദിന്റെ വീട്ടിൽ സമാധാനമുണ്ടോ? മുഹമ്മദിന് സമാധാനം ഇല്ല എന്ന് ഖുറാനിൽ നിന്ന് എത്ര വചനം ഞാൻ തരണം? മുഹമ്മദിന് സമാധാനം ഇല്ല. നോക്കണം, പിന്നെയും നമുക്ക് അങ്ങോട്ട് നോക്കാം. മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നും സ്ത്രീകൾ തമ്മിലുള്ള വഴക്ക്, ആ ശണ്ട ശമിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വന്ന് അള്ളാഹു ഇടപെടുന്ന രീതികൾ. മുഹമ്മദിന് വിഷമം വരുമ്പോഴൊക്കെ സ്ത്രീകളെ സപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന അള്ളാഹു 33:50 അൽ അഹ്സാബ് എന്ന സൂറ അവിടെ ഇറങ്ങി വരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം സംവാദത്തിൽ അലി മുഹമ്മദ് ഫിലിപ്പുണ്ട്, അക്കർത്തുദാസനുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റുന്നൊരു ചോദ്യം എതിർ സംവാദകനായ KK നൗഷാദിനോട് ചോദിച്ചു. അൽ അഹ്സാബ് 33:50 എന്ന് പറയുന്ന ആ സൂറയില് ആ ആയത്തില് ഒരു കാര്യം പറയുന്നു, നിനക്കൊരു വിഷമവും വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ സ്ത്രീകളെ ശരീരദാനം ചെയ്യാൻ ഏൽപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ ചോദിക്കുന്നു, എന്താണ് ഈ മുഹമ്മദിന്റെ വിഷമം? അതിന് ഉത്തരം പറയാനാവാതെ വിഷണനായി നിൽക്കുന്ന അവരുടെ പണ്ഡിതനെയാണ് ഞങ്ങൾ കണ്ടത്. ഇതിന് ഉത്തരം പറയാൻ കഴിയാതെ വന്നത് പണ്ഡിതന്റെ കുഴപ്പമൊന്നുമല്ല. അത് ചില ആളുകൾ പറഞ്ഞു, ഇത്രയും പാണ്ഡിത്യം കുറഞ്ഞ ഒരാളെ എന്തിനാണ് വിളിച്ചത്? ഞങ്ങളുടെ പ്രശ്നമല്ല ഇത്. സാക്ഷാൽ MM അക്ബർ വന്നാൽ പോലും ഇതിന് വിശദീകരണം പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം അവിടെ കിടന്ന് സാധാരണഗതിയിൽ അക്ബർ സാഹിബ് ഈ കാര്യങ്ങൾ പറയാൻ കൈവിട്ടു പോകുമ്പോൾ ഈ മൈക്രോഫോണിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി എന്ന് പറയുന്നുണ്ട്. ഇനി അക്ബർ സാഹിബെ, അങ്ങ് പണ്ട് ചെയ്തതുപോലെ അങ്ങ് നബീദ് എന്ന മദ്യം പോയിട്ട് നമ്മുടെ മുഹമ്മദ് കുടിച്ചു എന്ന അതിൽ നിന്ന് പ്രചോദിതനായി അങ്ങ് ഗോവയിലോ ലക്ഷദ്വീപിലോ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ചെന്ന് കള്ളു കുടിച്ചു എന്ന് അങ്ങ് തന്നെ പറയുന്നത് പോലെ ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നാൽ പോലും താങ്കൾക്ക് ഇതിന് മറുപടി പറയാനായിട്ട് കഴിയില്ല, വിയർക്കും. കാരണം അത് നിങ്ങളുടെ ഗതിയാണ്. കാരണം നിങ്ങൾ ചുമക്കുന്ന പ്രവാചകന്റെ പരിമിതി അതാണ്. അപ്പോ ഇനി അടുത്തത്, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉയർത്തിയ, ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആ ക്രിസ്തുവിന്റെ യുണീക്ക്നെസ്, ബൈബിളിന്റെ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠത പറയാൻ ഞങ്ങൾക്ക് ഇസ്ലാമിനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇസ്ലാമിന്റെ വിമർശനം ഒരു ജോലിയായി എടുത്തവരും ആയിരുന്നില്ല. മറിച്ച് ഇപ്പോൾ ഇത് ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം എന്താ? അത് നിങ്ങൾ ഉണ്ടാക്കിയ ആ ഗതികേട് നിങ്ങളുടെ തലയിൽ പതിച്ചു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഉൽപ്പന്നത്തിന്റെ മഹിമ പറയേണ്ടതിന് പകരം നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കാൻ വരുമ്പോ നിങ്ങളുടെ പക്കൽ ഗുണമേന്മയുള്ള ഒരാളെങ്കിലും വേണം. ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദിന് സമാധാനം ഇല്ല, ഭാര്യമാർ നിമിത്തം പ്രശ്നം, വീട്ടിൽ മുഴുവൻ അടി, എന്തോ ഒരവസ്ഥയാണ്. ഇതിനുശേഷം അബൂബക്കറിന്റെ വീട്ടിലെ സ്ഥിതി എന്താ? അബൂബക്കർ പിന്നെ സ്വാഭാവികമായിട്ട് മരിച്ചു. എന്തായിരുന്നു ഉമറിന്റെ വിഷയം? ഉമർ എങ്ങനെയാണ് മരിച്ചത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഉസ്മാൻ എങ്ങനെയാണ് മരിച്ചത്? ഉസ്മാനെ കൊന്നത് ആരാണ്? ജുമാ മസ്ജിദിലെ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഉസ്മാനെ കൊന്ന ആരാണ്? അത് ഉസ്മാനെ കൊന്നതൊന്നും അമുസ്ലിങ്ങളല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിലെ കുറ്റം എന്തായിരുന്നു? ഖുറാന്റെ ഒരു പ്രതി കത്തിച്ചു കളഞ്ഞു. നിരവധി പ്രതികൾ കത്തിച്ചു കളഞ്ഞിട്ട് ഒരു ഉസ്മാനിക്ക് വേർഷൻ ഉണ്ടാക്കി. അതല്ലേ നിലവിലുള്ള ഖുറാൻ? തിരുത്തി എന്ന് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ പറയാ, എന്തിനാണ് ഉസ്മാൻ ഈ പകർപ്പെല്ലാം കത്തിച്ചത്? ഉസ്മാൻ ഇത് കത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാനെ കൊല ചെയ്തത് ആരാണ്? 21 ദിവസം പട്ടിണിക്കിട്ട് എല്ലും കോലവുമാക്കിയിട്ട് ഉസ്മാൻ ഒരു ഖുറാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ വന്നിട്ട് ഒരുത്തൻ കുത്തി കൊലപ്പെടുത്തിയ സംഭവം അറിയില്ലേ? ഇനി ഉസ്മാനെ വിടാം. അടുത്തത് അലിയുടെ കുടുംബത്തിൽ എന്താ നടന്നേ? അലിയുടെ കുടുംബത്തിൽ അലി ഏറ്റുമുട്ടിയത് ആരോടാണ്? അലി ഏറ്റുമുട്ടുന്നത് പ്രവാചകന്റെ ഇഷ്ടപത്നി ആയിഷയോടായിരുന്നില്ലേ? ആയിഷയോട് ഏറ്റുമുട്ടുമ്പോൾ അലിയുടെ ഭാര്യ ആരായിരുന്നു? മുഹമ്മദിന്റെ ഇഷ്ടമകൾ ഫാത്തിമയായിരുന്നില്ലേ? ആയിഷ ഒരു ഒട്ടകപ്പുറത്ത് യുദ്ധത്തിനായിട്ട് വരുമ്പോൾ അലിക്കൽപ്പം മനസാക്ഷി തോന്നിയിട്ട് പ്രവാചകന്റെ പത്നിയാണ് നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുള്ളൻ പന്നിയുടെ ശരീരം പോലെ ഒട്ടകത്തിന്റെ ശരീരത്തിലേക്ക് 100 കണക്കിന് അമ്പുകൾ അയച്ച് ഒട്ടകത്തെ താഴെ വീഴിക്കുമ്പോൾ അവരുടെ ദേഹത്ത് കൊള്ളാതെ സൂക്ഷിച്ച ഒരു മഹനീയത ഞാൻ അലിയിൽ കാണുന്നുണ്ട്. അത് കാണാതൊന്നും ഞങ്ങൾ ഇരിക്കുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായ രക്തച്ചൊരിച്ചിൽ എത്ര! ഹർറ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? കാവായിലെ കറുത്ത കല്ല് തീക്കുള്ളിൽ വീണ് പൊട്ടിച്ചിതറി പല കഷ്ണായില്ലേ? ഈ കല്ല് ഏതെല്ലാം വഴിക്ക് പോയി? ആ കല്ലിന്റെ പോയ ഇടങ്ങളൊന്നും ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾ ഓക്കാനിക്കും, ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ ആ വഴിയൊന്നും പറയുന്നില്ല. ഇനിയുമുണ്ട് ഒട്ടേറെ സംഭവങ്ങൾ.
അറാ സംഭവത്തിന് ശേഷം നടന്നെന്താ? പ്രവാചകന്റെ മക്കളെ കൊന്നവരാണ് നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. ചുരുക്കത്തിൽ അന്യമതസ്ഥരെ കൊന്നതിലും അധികം ആളുകളെ കൊന്നു. നിങ്ങൾ പറയാറുണ്ട് സച്ചരിതരായ ഖലീഫമാരുടെ കാലം. എന്നായിരുന്നു സച്ചരിതരായ ഖലീഫമാർ? എവിടെ എന്ത് ഭരിച്ചു എന്നാണ് പറയുന്നത്? ഈ കണ്ടതെല്ലാം ഭീകരതയായിരുന്നു. ഭീകരതയ്ക്ക് നിങ്ങളൊരു പേരിട്ടു, സമാധാനം. അതുകൊണ്ട് എന്റെ വാക്കിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ കണ്ടിട്ട് അനീതി കാട്ടിയിട്ട് അത് നീതിയാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. സ്ത്രീകളോടൊത്ത് അനാവശ്യമായി ജീവിതം ചിലവഴിക്കാൻ ഒരു വൃദ്ധന് 43 വയസ്സ് മുതൽ 20 വർഷങ്ങൾ, 23, അദ്ദേഹത്തിന്റെ 63 വയസ്സ് വരെ നെബൂവത്ത് കിട്ടി എന്ന് പറഞ്ഞ കാലത്ത് അദ്ദേഹം അതുവരെ ഉള്ളിലൊതുക്കി വെച്ചിരുന്ന ജഡീക മോഹങ്ങളെ മുഴുവൻ സാധിച്ചെടുക്കാൻ അദ്ദേഹം ഒരു ദൂതനാണ് എന്ന് പറഞ്ഞു തനിക്കുണ്ടായ ഏതോ ഒരു തോന്നലോ അല്ല ഏതോ ദുർബല നിമിഷത്തിൽ അനുഭവപ്പെട്ട അദ്ദേഹത്തിന്റെ ഹാലൂസിനേഷനോ അദ്ദേഹം ഇതിന് പ്രയോജനപ്പെടുത്തി. സാധുക്കളായ അറബികളെ അതിന് അദ്ദേഹം കരിവാക്കി മാറ്റി. അദ്ദേഹം ഇങ്ങനെ ചെയ്തു വെച്ച കാര്യങ്ങളിലെ ഭീകരത നോക്ക്. ഒരു മനുഷ്യന്റെ ഭാര്യയ്ക്ക് നോക്കണം, ഈ പ്രവാചകന് ശരീരം ഒന്ന് കൊടുത്തേക്കാം എന്ന് തോന്നിയാൽ അതിനെ അനുവദിച്ചിരിക്കുന്നൊക്കെ ആയത്തിറക്കുന്ന ഒരു അള്ളാഹുവിന്റെ ഗതിയുടെ സാമാന്യമായി എനിക്കറിയില്ലേ? പരിശുദ്ധനായ ഒരു ദൈവത്തിന് ഇത് തോന്നുമോ? നിങ്ങളുടെ ഭാര്യ ഒരു താല്പര്യം വന്നിട്ട് മുഹമ്മദിന് ശരീരം കൊടുക്കുക, അതിന് പറയുന്ന ന്യായീകരണം എന്താ? എല്ലാവരും പ്രാണനേക്കാൾ അധികം മുഹമ്മദിനെ സ്നേഹിക്കണം, അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രാണനേക്കാൾ അധികം എന്തിനാണാവോ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്നത്? പരുങ്ങൽ വരുമ്പോഴൊക്കെ മുഹമ്മദ് അത്ഭുതം ചെയ്യാൻ പറയുമ്പോൾ അതിന് കഴിയാതെ വരുമ്പോഴൊക്കെ മുഹമ്മദ് പറയും ഞാനൊരു താക്കീതുകാരൻ മാത്രമാണ്, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് മാറും. എന്നാൽ അല്പം കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞേ, വിമർശകർ പോയി കഴിയുമ്പോൾ മുഹമ്മദ് എന്തോ പുലിയാണ്, വലിയ സംഭവമാണെന്നൊക്കെ നിലയിലേക്ക് പറഞ്ഞിട്ട് പ്രവാചകനെ അപമാനിച്ച തല വെട്ടണം, കൈ വെട്ടണം എന്നൊക്കെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഭീകരതയുടെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾ പുനഃപരിശോധിക്കണം. ഞങ്ങളുടെ സന്തോഷം, ഈ ക്ലബിലൊക്കെ വന്നിരുന്ന് ഞങ്ങളെ വിമർശിച്ച പലരും ഇന്ന് തിരിച്ചറിവിന്റെ പാതയിലാണ്. അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാനിവിടെ പറയുന്നില്ല, ആരും അത് പറയണമെന്നൊന്നുമില്ല. എന്നാൽ ഒരു സന്തോഷമുള്ളത്, ഞങ്ങളെ വിമർശിച്ചുകൊള്ളൂ, വിഷയമൊന്നുമില്ല. ഞങ്ങൾ ഉള്ളടക്കം വെച്ച് വിമർശിക്കും. കാരണം ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നുണ്ട്, തിരിച്ചത് കേൾക്കാനുള്ള ബാധ്യതയും ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചുകൊള്ളൂ, പക്ഷേ ഞങ്ങളുടെ ഉള്ളടക്കത്തെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ അവതരിപ്പിക്കുന്ന നസ്രായനായ യേശു, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഞങ്ങളുടെ പൂർവികരായ ആളുകൾ, അവരിൽ കുറ്റമുള്ള മനുഷ്യരുണ്ട്. യേശു എന്ന ദൈവപുത്രനെ ഒഴിച്ചു നിർത്തി മനുഷ്യരെ എടുത്താൽ മാനുഷികമായ കുറ്റങ്ങൾ അവർക്കുണ്ടെങ്കിലും ഉമറിൽ കണ്ട പോലെ, അബൂബക്കറിൽ കണ്ട പോലെ, സാക്ഷാൽ മുഹമ്മദിൽ കണ്ടതുപോലെ ക്രൂരതയുടെയോ വ്യഭിചാരബോധത്തിന്റെയോ തിന്മയുടെയോ ആത്മാവ് ഭരിക്കാത്ത ജീവിത വിശുദ്ധിയുടെ പാരമ്യത്തിൽ നിന്ന് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിലൂടെ രൂപപ്പെട്ട മഹത്തരമായ മാർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് യേശു പഠിപ്പിച്ചു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾക്ക് കഴിയാത്ത അജയ്യമായ ഈ കൊട്ടാരം, അജയ്യമായ ഈ വലിയ ആത്മീക മന്ദിരം അത് ഉയർത്തിക്കാട്ടി ഞങ്ങൾ ഒന്ന് പറയും, നിങ്ങൾക്ക് ശാശ്വത സങ്കീർണ നഗരം ക്രിസ്തുവിന്റെ സാന്നിധ്യബോധമുള്ള ഇവിടെയാണ്. അതുകൊണ്ട് കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ കടന്നു വരുവീൻ, നിങ്ങൾക്ക് യേശുവിന്റെ സാന്നിധ്യബോധം അനുഭവിക്കാം. സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ അറിയ നസ്രായനായ യേശുവിന്റെ കാൽവറി കൊലമരത്തിൽ നൊഴുകി വരുന്ന പുണ്യാഹരക്തത്തിൽ അധർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് മോചനമുണ്ട്, അകൃത്യങ്ങൾക്ക് മോചനമുണ്ട്. ആ വിമോചനത്തിന്റെ ഉടമയായ, പരിവർത്തനത്തിന്റെ കാരണഭൂതനായ യേശു ക്രിസ്തുവിനെ ഇത് കേൾക്കുന്ന ഏവരുടെയും മുമ്പിൽ ഞങ്ങൾ ഉയർത്തിക്കാണിക്കുന്നു. മാർസിനേക്കാൾ ശ്രേഷ്ഠനായ വിപ്ലവകാരി, ബുദ്ധനേക്കാൾ മികച്ച ദയാലു, ഉലകം കണ്ടതിലെ ഏറ്റവും ശ്രേഷ്ഠനായ പരിവർത്തനത്തിന്റെ ആചാര്യൻ ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന യുഗപുരുഷന്റെ മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് ശ്രവിക്കുന്ന, നാളെ ശ്രവിക്കാനിരിക്കുന്ന ആയിരക്കണക്കിനായ ക്ലബ് സുഹൃത്തുക്കൾക്കെല്ലാം നന്ദി പറയുന്നു. 400 ദിവസങ്ങൾ പിന്നിടുന്ന പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ യാത്രാമധ്യേ നിങ്ങളുടെ ഇതര ചർച്ചകൾ കേൾക്കാൻ ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു പാസ്റ്റർ. ഞങ്ങളെ എല്ലാം വളരെ ഉത്തേജിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അനേക കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്ത പാസ്റ്ററിന് നന്ദി. കർത്താവിന് സ്തോത്രം.